ഇനി കാർഷിക മേഖലയിൽ നിന്നുള്ള വാർത്തകൾ. വിഷുവിന്റെ വരവറിയിച്ച് കടകളിലും വഴിയോരങ്ങളിലും കണിവെള്ളരി വിൽപ്പന തകൃതിയായി നടക്കുകയാണ്. പശ്ചിമേഷ്യൻ യുദ്ധം മൂലം കയറ്റുമതി കുറഞ്ഞതോടെ പ്രാദേശിക വിപണിയിൽ ഇത്തവണ വെള്ളരിക്ക് വില കുറവാണ്. വിഷുക്കണിയുടെ പ്രധാന ഇനങ്ങളിൽ ഒന്നാണ് കണിവെള്ളരി. വിഷുവിന് മുൻപ് തന്നെ വീടുകൾക്ക് മുൻവശത്ത് കണിവെള്ളരികൾ തൂക്കിയിടുന്നത് പതിവാണ്. വിഷുനാളിൽ ഒരുക്കുന്ന വിഷുക്കണിയിലും കണിവെള്ളരിക്ക് മുഖ്യസ്ഥാനമുണ്ട്. ഇത്തവണ വിഷു വിപണിയോടനുബന്ധിച്ച് ചില പച്ചക്കറികൾക്ക് നേരിയ തോതിൽ കൂടിയിട്ടുണ്ടെങ്കിലും കണിവെള്ളരി കുറഞ്ഞ വിലയ്ക്കാണ് വിൽപ്പന നടക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഗൾഫിലേക്കുള്ള കയറ്റുമതിയിൽ വലിയ ഇടിവുണ്ടായതാണ് പ്രാദേശിക വില വലിയ തോതിൽ വർദ്ധിക്കാൻ കാരണമായതെന്ന് കച്ചവടക്കാർ പറയുന്നു. നിലവിൽ കണിവെള്ളരിക്ക് കിലോഗ്രാമിന് 35 രൂപയാണ് വില. അതേസമയം പയർ, ബീൻസ്, നേന്ത്രക്കായ തുടങ്ങിയവയ്ക്കാണ് താരതമ്യേന വില കൂടിയത്. വിഷുവിനോടടുപ്പിച്ചുള്ള ദിവസങ്ങൾ വില കൂടാനും സാധ്യതയുണ്ട്. പച്ചക്കറികളടക്കമുള്ള അവശ്യവസ്തുക്കൾ ന്യായവിലയിൽ ലഭ്യമാക്കാൻ കുടുംബശ്രീ വിപണികളും സജ്ജമാണ്. വന്യജീവി ആക്രമണമുള്ള മേഖലയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ കണിവെള്ളരിയുടെ ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർഷിക മേഖലയിൽ കൂടുതൽ പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്ന് കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ്. ഫണ്ടുകളുടെ കുറവ് കാർഷിക മേഖലയിലെ വികസനത്തിന് തടസ്സമാകില്ലെന്നും അദ്ദേഹം ഉറപ്പു നൽകി. 3 ദിവസങ്ങളിലായി നടക്കുന്ന ഉന്നത് കൃഷിമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൃഷി ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയാണെന്ന് വ്യക്തമാക്കിയ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് കർഷകരുടെ ക്ഷേമത്തിനായി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പറഞ്ഞു. PM കിസാൻ, പ്രധാൻമന്ത്രി ഫസൽ ഭീമ യോജന, സോയിൽ ഹെൽത്ത് കാർഡ് എന്നീ പദ്ധതികൾ കർഷകരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കാർഷിക മേഖലയിൽ കൂടുതൽ പരിഷ്കാരങ്ങൾ ആവശ്യമാണ്. കർഷകരുടെ വരുമാനവും ഉൽപാദനശേഷിയും വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും ഇനിയും കൂടുതൽ ചെയ്യേണ്ടതുണ്ട്. ഫണ്ടുകളുടെ കുറവ് കാർഷിക വികസനത്തിന് തടസ്സമാകില്ലെന്നും കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ കന്റോൺമെന്റ് മേഖലകളിൽ ഉപയോഗിക്കുന്നതിനായി കർഷകരിൽ നിന്ന് നേരിട്ട് ഓർഗാനിക് പച്ചക്കറികളും പഴങ്ങളും വാങ്ങുന്നതായി അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ കർഷകർക്ക് മികച്ച വില ലഭിക്കുമെന്നും സൈനികർക്കും ഇത് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജോവർ, റാഗി പോലുള്ള മില്ലറ്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സേനയിൽ ഇവയുടെ ഉപയോഗം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം പ്രായോഗികമാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. യുവാക്കളും കൃഷിയിലേക്ക് കൂടുതൽ കടന്നുവരണമെന്ന് പറഞ്ഞ രാജ്നാഥ് സിംഗ് കർഷകർക്ക് ഗൗരവത്തോടെയും അഭിമാനത്തോടെയും ജീവിക്കാൻ സർക്കാർ പിന്തുണ തുടരുമെന്നും കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പരിസ്ഥിതിക്ക് ഭീഷണിയായി പ്ലാസ്റ്റിക് മലിനീകരണം. മൈക്രോ പ്ലാസ്റ്റിക് മണ്ണിലും ജലത്തിലും വ്യാപിച്ച് മനുഷ്യാരോഗ്യത്തിനും കൃഷിയെയും ഗുരുതരമായി ബാധിക്കുമെന്ന് നാഷണൽ അക്കാദമി ഓഫ് അഗ്രികൾച്ചറൽ സയൻസിന്റെ റിപ്പോർട്ട്. മൈക്രോ പ്ലാസ്റ്റിക് മലിനീകരണം സുസ്ഥിര പരിസ്ഥിതി മാനേജ്മെന്റിനുള്ള പരിഹാര മാർഗങ്ങൾ എന്ന പേരിൽ ഈ മാർച്ചിൽ പുറത്തിറക്കിയ പഠനത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. നാഷണൽ അക്കാദമി ഓഫ് അഗ്രികൾച്ചറൽ സയൻസസ് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് മൈക്രോ പ്ലാസ്റ്റിക് മൂലമുണ്ടാകുന്ന മലിനീകരണ തോത് ഉയരുകയാണ്. 2024 പ്ലാസ്റ്റിക് ഉൽപാദനം 413.8 മില്യൺ ആകുമെന്നായിരുന്നു അനുമാനം. എന്നാൽ 2000-നും 2015-നും ഇടയിൽ മാത്രമായി പ്ലാസ്റ്റിക് ഉൽപാദനം 79% വർദ്ധിച്ചത് ആശങ്കപ്പെടുത്തുന്നതാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ജനസംഖ്യയും വികസന പ്രവർത്തനങ്ങളും വർദ്ധിക്കുന്നതിനനുസരിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ അളവും കൂടുകയാണ്. വർഷം തോറും ലക്ഷക്കണക്കിന് ടൺ പ്ലാസ്റ്റിക് മാലിന്യം പരിസ്ഥിതിയിലേക്ക് എത്തുകയും ഇത് പിന്നീട് മൈക്രോ പ്ലാസ്റ്റിക്കുകളായി മാറുകയും ചെയ്യുന്നു. ഇത് കാർഷിക മേഖലയെ ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മൈക്രോ പ്ലാസ്റ്റിക്കുകൾ മണ്ണിലെ പോഷകചക്രത്തെ ബാധിച്ച് വിത്തുമുളപ്പിക്കൽ, വേരിന്റെ വളർച്ച, ഫോട്ടോസിന്തസിസ് എന്നിവയെ ബാധിക്കുന്നു. ഇത് കാർഷിക ഉൽപാദനക്ഷമത കുറയാനിടയാക്കുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ കീടനാശിനികളുമായി ചേർന്ന് മണ്ണ് വിഷാംശമുള്ളതാക്കി മാറ്റുന്നു. പ്ലാസ്റ്റിക് മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ ബയോഡീഗ്രേഡബിൾ വസ്തുക്കളുടെ പ്രചാരം, മാലിന്യ നിയന്ത്രണം ശക്തമാക്കൽ, ശുദ്ധീകരണ സാങ്കേതിക വിദ്യകൾ മെച്ചപ്പെടുത്തൽ എന്നിവ അനിവാര്യമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.